ദില്ലിയിൽ കാര്യങ്ങൾ കുറച്ച് വിഷമത്തിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ വിഷപ്പുക കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അവിടുത്തെ വായു ഗുണനിലവാര സൂചിക എത്രയാണെന്നറിയാമോ? 400 കടന്നിരിക്കുന്നു. വളരെ വളരെ മോശം അവസ്ഥയിലാണ്. 391 ചിലയിടങ്ങളിലൊക്കെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോബൽ മാരിക്കാരൻ നിൽക്കുന്നുണ്ട്. ഈ വിഷപ്പുകയൊക്കെ ഏറ്റാണ് പാവം നമ്മുടെ നോബലും പിയ സുനിലും ആദിൽ പാലോടും ഒക്കെ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. ദില്ലിയിൽ കാര്യങ്ങൾ കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. വിസിബിലിറ്റി വളരെ കുറവാണ്, വിഷപ്പുകയാണ്. 391 പറഞ്ഞാൽ മൂക്കെരിയുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് പൊതുവെയുള്ളൊരു അവസ്ഥ? ദില്ലിയിൽ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ആശുപത്രിയിൽ ഈ ബ്രോങ്കൈറ്റിസും ആസ്മയുമായിട്ട് വരുന്നവരുടെയൊക്കെ എണ്ണം കൂടുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ വിചാരിച്ചത് ഈ വായു ഗുണനിലവാരം മെച്ചപ്പെടുമെന്നാണ്. പക്ഷെ മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണല്ലോ നോബൽ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ദില്ലിയെ സംബന്ധിച്ച് വായു ഗുണനിലവാരം മെച്ചപ്പെടുമെന്ന് പല ഘട്ടങ്ങളിലും പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്തെങ്കിലും ഒരു മാറ്റവും അതിലില്ല. ഇന്നും വളരെ മോശം അവസ്ഥയിൽ തന്നെയാണ് വായു ഗുണനിലവാര സൂചിക ഉള്ളത്. നമ്മളുള്ളത് രാഷ്ട്രപതി ഭവന് മുന്നിലാണ്. അവിടെ രാഷ്ട്രപതി ഭവൻ ഉണ്ടെന്ന് പറയാൻ മാത്രമാണ് പറ്റുള്ളൂ, കാണിക്കാൻ കഴിയില്ല. കാരണം അത്രയധികം ഈ വിഷപ്പുക കൊണ്ട് ആ പ്രദേശമൊക്കെ നിറഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഒന്നും കാണാൻ കഴിയുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധിയാണ് ഈ വിഷപ്പുക മൂലം ഇപ്പോൾ ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ 4ാം ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി ചെറിയ തോതിൽ വായു ഗുണനിലവാരം മെച്ചപ്പെട്ടിരുന്നു. പക്ഷേ അത് വീണ്ടും വളരെ മോശം അവസ്ഥയിലേക്ക് ഇന്ന് മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന വാഹനത്തിൽ ഈ വെള്ളമൊക്കെ തളിച്ചുകൊണ്ട് ഈ പൂർണ്ണമായും ഈ വായു ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മലിനീകരണം ഇല്ലാതാക്കുന്ന നീക്കമൊക്കെ നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ പല വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ ദില്ലിയുടെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ വെള്ളം തെളിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതൊന്നും വായു മലിനീകരണം പൂർണ്ണമായും ഇല്ലാതാക്കാൻ പര്യാപ്തമല്ല എന്നാണ് യാഥാർത്ഥ്യം. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ രാഷ്ട്രപതി ഭവൻ പരിസരമാണ്. സാധാരണ ഇതിലേക്ക് ഒരു ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നടക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ആരുമില്ല. കുറച്ച് പട്ടികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. മറ്റു മനുഷ്യരൊന്നുമില്ല. കാരണം അത്ര വലിയ ദുസ്സഹമായ സാഹചര്യമാണ് ഉള്ളത്. ആൾക്ക് ശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം, മാസ്ക് വെച്ച് പോലും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം. അത്തരത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് ദില്ലിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം പറയാൻ. പ്രധാനമായും പലയിടത്തും വായു ഗുണനിലവാരം എന്ന് പറയുന്നത് 400-ന് മുകളിലാണ്. അതായത് ശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ശ്വസിക്കാൻ കൊള്ളാത്ത വായു എന്നാണ് അതുകൊണ്ട് അർത്ഥം വെക്കുന്നത്. ഈ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് തന്നെ കൊച്ചിയിൽ ഇരുന്ന് തന്നെ ശ്വാസം മുട്ടുന്നു. രാഷ്ട്രപതി ഭവന്റെ മുന്നിലാണ് നോബൽ മാരിക്കാരൻ നിൽക്കുന്നത്. അവിടെ രാഷ്ട്രപതി ഭവൻ എവിടെയെങ്കിലും പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ പറ്റൂ? കാണാൻ പറ്റൂല. അത്രത്തോളം വിസിബിലിറ്റി കുറവാണെന്നേ.